വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. പ്രിയ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് മറിയം 25 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മുടെ ചർച്ച മറിയം ബീവിയെ സംബന്ധിച്ചാണ് അല്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ അവർ വളരെ പ്രയാസപ്പെട്ട് പ്രസവ വേദനയോടെ ഒരു തുറന്ന പ്രദേശത്ത് എത്തിപ്പെടുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. അത്രമാത്രം മാനസികമായ സംഘർഷങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു സഹായം അവർക്ക് ലഭിക്കുന്നു. ഏത് രൂപത്തിലാണ് അള്ളാഹു അവരെ സഹായിച്ചത്? ഒരു അരുവി അവർക്ക് പ്രദാനം ചെയ്തു. പിന്നെ റുത്തുബൻ ജനിയ, നല്ല ഈത്തപ്പഴം അല്ലേ, അവർക്ക് പ്രദാനം ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫകുലി വശ്റബി വഖുർറ ഐനി വഖുർറ ഫകുലി വശ്റബി വഖർരി ഐന ഫഇമ്മാ തറഇന്ന മിനൽ ബശർ അഹദൻ ഫകുലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ്യാ. അല്ലാഹു പറഞ്ഞു, ഫകുലി, നീ തിന്നുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വശ്റബി, നീ കുടിക്കുക. അപ്പോൾ നീ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഫകുലി വശ്റബി വഖർരി ഐനൻ. ഈ ഖർരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുളിർക്കുക എന്നൊക്കെ അർത്ഥം പറയാം. ഐന എന്ന് പറഞ്ഞാൽ കണ്ണ്. നിൻ്റെ കണ്ണുകൾ ഒന്ന് കുളിർക്കട്ടെ. അപ്പോൾ ഈത്തപ്പഴം അള്ളാഹു കൊടുത്തു, നല്ല അരുവി അള്ളാഹു ഒഴുക്കി. എന്നിട്ടാണ് പറയുന്നത് ഫകുലി വശ്റബി, നീ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, നിൻ്റെ കണ്ണൊന്ന് കുളിർക്കട്ടെ, ഒരാശ്വാസം കിട്ടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫഇമ്മാ തറഇന്ന, ഇനി നീ കാണുകയാണെങ്കിൽ. ഫഇമ്മാ തറയിന്ന, ഇനി നീ കാണുകയാണെങ്കിൽ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം. നീ കാണുകയാണെങ്കിൽ. മിനൽ ബശരി, ഏതെങ്കിലും ഒരു മനുഷ്യനെ. അഹദൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, ആരെങ്കിലും എന്നൊക്കെ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ കാണുകയാണെങ്കിൽ
ഫഖൗലി അപ്പോൾ നീ പറയണം, ഇന്നി തീർച്ചയായും ഞാൻ, നദർതു ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ലിർറഹ്മാനി പരമകാരുണ്യവാന്, സൗമ നോമ്പ്, ഞാൻ ഒരു നോമ്പിനെ നേർച്ചയാക്കിയിരിക്കുന്നു. ഫലൻ ഉക്കല്ലിമ അതിനാൽ ഞാൻ സംസാരിക്കുകയില്ല, അൽ യൗമ ഇന്നേ ദിവസം, ഇൻസിയ ഒരു മനുഷ്യനോട് എന്ന് നീ പറയണം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ നല്ല അരുവി അള്ളാഹു ഒഴുക്കിയ കാര്യം പറയുന്നുണ്ട്. അതുപോലെ നല്ല ഈത്തപ്പഴം മറിയം ബീവിക്ക് റുത്തുബൻ ജനിയ എന്നാണ് പറഞ്ഞത് അല്ലേ. റുത്തുബൻ ജനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പഴുത്ത് പാകമായ പഴുത്ത് പാകമായ ഈത്തപ്പഴം എന്നതിൻ്റെ അർത്ഥം. അപ്പം നല്ല പഴുത്ത് പാകമായ നല്ല ഈത്തപ്പഴം അള്ളാഹു സമ്മാനിച്ചു. നല്ല അരുവി അള്ളാഹു മറിയം ബീവിക്ക് സമ്മാനിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഫകുലി വഷ്റബി നീ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അപ്പോൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മറിയം ബീവിക്ക് അതൊരു ആശ്വാസമായിരിക്കും. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, വക്കരി ഐനി എന്ന് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണൊന്ന് കുളിർക്കട്ടെ. പ്രസവ വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നു ഒരു ഭാഗത്ത്. അങ്ങനെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തു പറയും? പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഞാൻ സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ ജാരസന്തതി എന്ന് പറയുമല്ലോ. അപ്പോൾ എന്ത് ഞാൻ മറുപടി കൊടുക്കും? അതോർത്തിട്ട് ഒരു പ്രയാസം, മറ്റൊന്ന് പ്രസവ വേദനയുടെ ഒരു പ്രയാസം. എല്ലാം കൂടി ആയപ്പോൾ എനിക്കൊന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ ആശ്വാസ വാക്കുകൾ അവർക്ക് ലഭിക്കുന്നത്. പിന്നെ പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ, അതായത് ഈ കുട്ടി ആരുടേതാണ് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്നവിടെ പറഞ്ഞത് അല്ലേ. ഫ ഇമ്മ തറയിന്ന മിനൽ ബഷരി അഹദൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നെ കാണുകയാണെങ്കിൽ, ഫഖുലി അപ്പോൾ നീ പറയണം, ഇന്നി നദർത്തു ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. നദർത്തു നദറ എന്ന് പറഞ്ഞാൽ നേർച്ചയാക്കി എന്നർത്ഥം. നേരത്തെ വന്നൊരു വാക്കാണിത്. ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ ഈ വാക്ക് വന്നിരുന്നു, നദറ അല്ലേ. ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ അവർക്കറിയാം നേർച്ച. നദർത്തു ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ലിർ റഹ്മാനി പരമകാരുണ്യവാന്, സൗമൻ നോമ്പ് ഞാൻ നോമ്പെടുത്തിരിക്കുന്നു. ആ നോമ്പ് ഏത് രൂപത്തിലുള്ള നോമ്പാണ്? നമ്മളിപ്പോൾ നോമ്പെടുക്കുന്ന പോലെ ആഹാരത്തെ ഒഴിവാക്കിയുള്ള നോമ്പാണോ? പിന്നെ എന്തായിരിക്കും ആ നോമ്പിൻ്റെ പ്രത്യേകത? താഴെ പറയുന്നുണ്ടല്ലോ. എന്താണ്? ഫലൻ ഉക്കല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല. ഇതാണ് ആ നോമ്പിൻ്റെ പ്രത്യേകത. നമ്മളതിന് മലയാളത്തിലൊരു വാക്ക് പറയും, മൗനവ്രതം എന്ന് പറയും അല്ലേ. ഞാൻ ആരോടും സംസാരിക്കില്ല. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അവൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഏതു വിമർശനത്തിനും മറുപടി പറയുക നമ്മുടെ ഉത്തരവാദിത്വമാകുന്നു എന്ന് അള്ളാഹു പറയാണ്. അപ്പം അതൊരു വലിയ സമാധാനമല്ലേ. കുട്ടിയെ സംബന്ധിച്ച് ആര് എന്ത് ചോദിച്ചാലും നീ ഒന്നും പറയണ്ട, അതിന് ഞാൻ മറുപടി പറയും. ഇതാരാ പറയുന്നത്? പടച്ചവൻ. അപ്പോൾ മൗനവ്രതം അനുഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായം പണ്ട് ഇസ്രായേല്യരിൽ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് നോമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു.
നമ്മളിപ്പോൾ നോമ്പെടുക്കുന്ന പോലെ ആഹാരം, വെള്ളം ഒക്കെ ഒഴിവാക്കി ഒരു നോമ്പാണല്ലോ ഇപ്പം നമുക്കുള്ളത്. പക്ഷേ പണ്ട് കാലത്ത് ഇസ്രായേല്യരിൽ മൗനവ്രതം എന്ന ഒരു സമ്പ്രദായം പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വച്ചിട്ടാണ് അവർ പറഞ്ഞത്, അള്ളാഹു പറയാനായിട്ട് ആവശ്യപ്പെട്ടത് ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തു. മറിയം ബീവിയെ ഏൽപ്പിക്കുന്നില്ല, ആ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തു. അപ്പോൾ ഹളറത്ത് മറിയം റളിയല്ലാഹു അൻഹ അവരുടെ യഥാർത്ഥ ദുഃഖം എന്തായിരുന്നുവെന്ന് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. വിവാഹിതയായ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ മൗനവ്രതം അനുഷ്ഠിക്കേണ്ട ഒരു ബാധ്യതയില്ലല്ലോ. അപ്പോൾ കുട്ടി ജനിക്കാൻ പോകുന്നത് വിവാഹിതയായ ഒരു പെൺകുട്ടിക്കല്ല, മറിച്ച് അവിവാഹിതയായ ഒരു പെൺകുട്ടിക്കാണ്. അതിൻ്റേതായ മനപ്രയാസവും മനസംഘർഷമൊക്കെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് പടച്ചവൻ്റെ സമാധാനം, ആ വാക്കുകൾ ഇവിടെ വരുന്നത്. ശരി, അപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. 27-ാമത്തെ ആയത്തിലേക്ക് പോകാം. 27-ാമത്തെ ആയത്ത് പിന്നെ അവിടെ അള്ളാഹു വേറെ ഒന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് പിന്നെ പ്രസവിച്ചു. അതൊന്നും ഇവിടെ ചർച്ചയിൽ വരുന്നില്ല. എങ്ങനെയാണ് പ്രസവിച്ചത്, ആരാണ് സഹായിച്ചത്, ഒന്നും ഇവിടെ പറയുന്നില്ല. ജെറൂസലമിൽ ബത്ലഹേം അവിടെ മറിയം ബീവി പ്രസവിക്കുകയാണ്. അപ്പോൾ വിശാലമായ തുറസായ ഒരു പ്രദേശത്തേക്ക് അവർ പോയി എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. ഇവിടെ ഈത്തപ്പഴം ഒക്കെ ഉണ്ട്, താഴെ ഒരു അരുവിയുണ്ട്. അപ്പോൾ നമുക്ക് അനുമാനിക്കാം, എന്തനുമാനിക്കാം? അത് പണ്ടൊരു ഈത്തപ്പനയുടെ തോട്ടമായിരുന്നു എന്നൊക്കെ നമുക്ക് ഊഹിക്കാം. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഈ രംഗം വച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. എങ്ങനെ? പ്രസവ വേദന വന്നപ്പോൾ മിഹ്റാബിൽ നിന്ന് അവൾ ഇറങ്ങി തുറസായ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. അപ്പോൾ പിന്നെ അള്ളാഹു പറയുന്നത്, നിൻ്റെ അടുത്തുള്ള ഈത്തപ്പന മരത്തെ ഒന്ന് നിന്നിലേക്ക് ചാക്കുക, അതിലെ നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കുക എന്നൊക്കെ അള്ളാഹ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ഊഹിക്കാം? ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ പുറപ്പെട്ടത് ഒരു ഈത്തപ്പഴത്തിൻ്റെ തോട്ടത്തിലേക്കാണ്, ഈത്തപ്പനയുടെ തോട്ടത്തിലേക്കാണ്. പിന്നെ അതിൻ്റെ താഴെ സ്വാഭാവികമാണ് ഈത്തപ്പന തോട്ടത്തിൽ അതിനെ നനയ്ക്കാനായിട്ട് ജലസേചനം, അതിൻ്റെ ആവശ്യാർത്ഥം അരുവി ഉണ്ടായിരിക്കും. നമുക്ക് അനുമാനിക്കാം. ശുദ്ധമായ വെള്ളം കുടിച്ചു, കുറച്ചധികം ഈത്തപ്പഴം തിന്നു, വിശപ്പൊക്കെ ഒന്ന് അടങ്ങി, ഒന്ന് സമാധാനമായി. പിന്നെ അള്ളാഹുവിൻ്റെ ആശ്വാസ വാക്കുകൾ വന്നു. അപ്പോൾ ഒരു ഈത്തപ്പന തോട്ടത്തിലാണ് ഇവിടെ പ്രസവം നടന്നത് എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം, ഊഹിക്കാം. അപ്പോൾ അവിടെ പ്രസവം നടന്നു. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലുഹു. അടുത്ത ആയത്ത് ഫഅതത് ബിഹി ഖൗമുഹാ തഹ്മിലുഹു. അതത് ബിഹി, ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതത് അവൾ ചെന്നു, ബിഹി ആ കുഞ്ഞിനെയും കൊണ്ട്, കൗമഹ അവളുടെ ജനതയുടെ അടുത്തേക്ക്. കൗമ് എന്ന് പറഞ്ഞാൽ ജനത, അവളുടെ ജനതയുടെ അടുത്തേക്ക് ആ കുഞ്ഞിനെയും എടുത്തിട്ട് അവൾ ചെന്നു. തഹ്മിലുഹു എന്ന് പറഞ്ഞാൽ അവനെ ചുമന്നുകൊണ്ട്. ഹമല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമന്നു എന്നർത്ഥം. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടിയെ എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ കൗമ്, അവിടെ കൗമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബക്കാരും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെയാണ്. എവിടെയോ മറഞ്ഞിരുന്ന് പ്രസവിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ അവളുടെ കൗമിൻ്റെ അടുത്തേക്ക് ചെന്നു.
ഖാലു അപ്പോൾ അവർ പറഞ്ഞു, യാ മറിയം, ഓ മറിയമേ, ലഖദ് ജിഅ്തി തീർച്ചയായും നീ കൊണ്ടുവന്നിരിക്കുന്നു, ഷൈഅൻ ഒരു കാര്യം, ഫരിയ, ഫരിയ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ. നീ കൊണ്ടുവന്നിരിക്കുന്നത് കുറ്റകരമായ ഒരു കാര്യമാണ്. ആ കുറ്റകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപാപം നീ ചെയ്തു കളഞ്ഞല്ലോ എന്ന് അർത്ഥം കൊടുക്കാം. അപ്പോൾ കുട്ടിയെയും എടുത്തിട്ട് സ്വന്തം ജനതയുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ ആ ജനത്തിൻ്റെ ഒരു പ്രതികരണമാണ്, ഓ മറിയം, നീ മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ. ഇനി അടുത്ത ആയത്തിലേക്ക് വരാം. യാ ഉഖ്ത ഹാറൂൻ, അല്ലയോ ഹാറൂൻ്റെ സഹോദരി. ഉഖ്ത എന്ന് പറഞ്ഞാൽ സഹോദരി, ഹാറൂന എന്ന് പറഞ്ഞാൽ ഹാറൂനിൻ്റെ, ഹാറൂൻ ആരാണ്? ഹാറൂൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ അല്ലേ, ഹാറൂൻ ആരായിരുന്നു? ഒരു പ്രവാചകന്റെ പേരാണല്ലോ ഹാറൂൻ നബി അലൈഹിസ്സലാം, അല്ലേ? ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം? മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. അപ്പോൾ ഹാറൂൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആശയം എന്താ? ഇവിടെ ഹാറൂൻ അലൈഹിസ്സലാം എത്രയോ കാലം മുമ്പ് മരണപ്പെട്ടു പോയി, മൂസാ നബി അലൈഹിസ്സലാമൊക്കെ. പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇവിടെ മറിയം ബീവിയൊക്കെ ജനിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഏതാണ്ട് 10,500-2000 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വ്യത്യാസം ഉണ്ടാവും ഏറി വന്നാൽ, അല്ലെങ്കിൽ 1000-1500, എങ്ങനെ പോയാലും 1000 കൊല്ലമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ 1000 കൊല്ലം വ്യത്യാസം ഉണ്ടായിരിക്കെ ഹാറൂൻ്റെ സഹോദരി എന്നിവിടെ പറയുന്നു. അപ്പോൾ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് 2 കാര്യം മനസ്സിലാക്കാം. ഇവിടെ അള്ളാഹു അത് കൃത്യമായിട്ട് പറയുന്നില്ല. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, മറിയം ബീവിക്ക് ഹാറൂൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ ഹാറൂൻ്റെ സഹോദരി, അത് നമ്മളിപ്പോൾ സാധാരണ വിളിക്കുന്ന പോലെ അങ്ങനെയാകാം. പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആകാൻ നമുക്ക് അതില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മറിയം ബീവിക്ക് ഹാറൂൻ എന്ന ഒരു സഹോദരൻ ഉണ്ട്. ആ ഹാറൂൻ്റെ സഹോദരി എന്ന് വിളിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ സന്ദർഭത്തിൻ്റെ തേട്ടമനുസരിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരനായ യഥാർത്ഥ ഹാറൂൻ, അഥവാ ബൈബിൾ പ്രകാരം പറഞ്ഞാൽ അഹറോൻ എന്ന് പറയും. അഹറോൻ്റെ സഹോദരി എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഒരു പ്രവാചകൻ്റെ കുടുംബത്തിൽ ജനിച്ച, കുടുംബ പാരമ്പര്യമുള്ള, അതായത് ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വേരുകൾ അത് ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഹാറൂൻ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അവരുടെ വംശപരമ്പരയിൽ ചെന്നെത്തും. അത്രയ്ക്ക് കുടുംബ മഹിമയുള്ള ഹാറൂൻ്റെ സഹോദരി, നീ ഇങ്ങനെ വഴിപിഴച്ചു പോയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ നാട്ടിലിപ്പോൾ സയ്യിദന്മാരൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥ തങ്ങന്മാരുണ്ടല്ലോ, അതായത് പ്രവാചകൻ്റെ കുടുംബത്തിൽ പിറന്നവർ. കുടുംബത്തിൽ പിറക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വംശപരമ്പരയിൽപ്പെട്ട സയ്യിദ് കുടുംബം, നമ്മൾ അങ്ങനെ പറയാം. സയ്യിദ് കുടുംബം, ആ ഒരു പരമ്പരയിൽപ്പെട്ട മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥ മനുഷ്യർ. ഈ
അതായത് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, മറിച്ച് ശരിക്കും പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ ഉണ്ടല്ലോ. നമ്മൾ മലയാളത്തിൽ അവരെ തങ്ങന്മാർ എന്ന് വിളിക്കും, പിന്നെ സയ്യിദുമാർ എന്നൊക്കെ വിളിക്കും അല്ലേ. അപ്പോൾ അവരിൽ പെട്ടവർ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു പറയും? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. എന്നിട്ട് എന്ത് കാര്യം? കണ്ടില്ലേ, ഈ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തു കളഞ്ഞല്ലോ, നമ്മളങ്ങനെ പറയൂല്ലോ. അതേ ശൈലിയാണ് ഇവിടെയും. അഹ്റോൻ്റെ സഹോദരി, യാ ഉഖ്തി ഹാറൂൻ, അല്ലയോ ഹാറൂൻ്റെ സഹോദരി, നീ ഈ പണി ചെയ്തല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ശരിയായ വിവക്ഷ അതാണ്. അതായത് മറിയം ബീവിക്ക് ഹാറൂൻ എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഹാറൂൻ്റെ സഹോദരി എന്ന് വിളിച്ചത്. അതല്ല അവിടെ ശരി, മറിച്ച് ആ ഒരു വംശ പരമ്പരയിൽപ്പെട്ട അത്രയ്ക്ക് കുടുംബ മാഹാത്മ്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തല്ലോ എന്ന ഒരു സങ്കടമാണ് അവർ പങ്കുവച്ചത്. ശരി. മാക്കാന അബൂക്കി ഇമ്രഅൻ സവി, എന്താണ് മാക്കാന അബൂക്കി ഇമ്രഅ സൗ 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 എന്ന് പറഞ്ഞാൽ തെറ്റ്. മാക്കാന അബൂക്കി, നിൻ്റെ പിതാവ് ആയിരുന്നില്ല. ശരിക്കുള്ള പിതാവാട്ടോ, നിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള പിതാവ്, നിൻ്റെ ഉപ്പ ആയിരുന്നില്ല. മാക്കാന അബൂക്കി, നിൻ്റെ ഉപ്പ ആയിരുന്നില്ല. ഇമ്രഅ, ഒരു മനുഷ്യൻ, സൗ ഇൻ, ദുഷിച്ച. നിൻ്റെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നല്ലോ, നിൻ്റെ ഉപ്പ ദുഷിച്ച ഒരു മനുഷ്യനായിരുന്നില്ല. വമാ കാനത് ഉമ്മുക്കി, നിൻ്റെ ഉമ്മ ആയിരുന്നില്ല. ശരിക്കുള്ള ഉമ്മയാണ് ഉദ്ദേശിക്കുന്നത്, നിൻ്റെ ഉമ്മ ആയിരുന്നില്ല. ബഗിയ, ബഗിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോശമായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്കാണ് അങ്ങനെ പറയാം. ദുർനടപ്പുകാരി എന്ന് പറയും ബഗിയ. അപ്പം നിൻ്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരി ആയിരുന്നില്ല, നിൻ്റെ ഉപ്പ ഒരു ദുഷിച്ച മനുഷ്യനായിരുന്നില്ല. പക്ഷെ നീ ഇങ്ങനെ ആയി പോയല്ലോ. നിൻ്റെ വംശപരമ്പര നല്ല പരമ്പരയായിരുന്നു. അഹ്റോൻ്റെ സഹോദരിയാണ് നീ. ആ നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല ഉപ്പാൻ്റെ മോള്, നല്ല ഉമ്മാൻ്റെ മോള്. പക്ഷേ നീ നാണം കെടുത്തിയല്ലോ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജനം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ തുടങ്ങി. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അതൊരു എത്ര വലിയ ത്യാഗമാണ് അവർ സഹിച്ചത്. ഇത് നിസാര സംഭവം അല്ല ഇത്. ഒന്നാമത് ഗർഭം ധരിക്കൽ, രണ്ടാമത് ഒറ്റയ്ക്ക് പ്രസവിക്കൽ, പിന്നെ അപമാന ഭാരം. ഇതൊക്കെ നിസാരമായ സംഗതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. അത്രമാത്രം മാനസികമായ പീഡനം മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ ഏറ്റുവാങ്ങി. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് മറിയം ബീവി തിരിച്ചെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. എന്താ കാരണം? കാരണം എന്താ? നേരത്തെ പറഞ്ഞിരിക്കുകയാണല്ലോ, ഞാൻ മൗന വ്രതത്തിലാണ്. അതുകൊണ്ടൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. പിന്നെ ഇവിടെ പിതാവ് എന്ന് പറഞ്ഞല്ലോ. ആരാണ് മറിയമിൻ്റെ പിതാവ്? നിങ്ങൾക്കറിയോ മറിയം ബീവിയുടെ പിതാവ് ആരാണ്? മറിയം ബീവിയുടെ പിതാവിൻ്റെ പേരെന്താ? ആരാ? ഇമ്രാൻ. ഇമ്രാൻ, ഇമ്രാൻ്റെ പുത്രി അല്ലേ? ഹന്ന ബീവിയാണ് മാതാവ്. അപ്പോൾ പിതാവ് അല്ലേ? നിൻ്റെ പിതാവ് ദുഷിച്ച മനുഷ്യനായിരുന്നില്ല, നിൻ്റെ മാതാവ് ദുർനടത്തക്കാരിയും ആയിരുന്നില്ല അല്ലേ? അപ്പം മാതാവിൻ്റെ പേരും പിതാവിൻ്റെ പേരൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ മൗനവ്രതത്തിലാണ്, ഒന്നും മിണ്ടില്ല, മിണ്ടാൻ ആയിട്ട് പാടില്ല, നോമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കുഞ്ഞിനെ എടുത്ത് അങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം ഇങ്ങനെ ചോദിക്കുന്നു,
ഉത്തരമൊന്നും പറയാൻ പറ്റുന്നില്ല, മൗനവ്രതത്തിലാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രയാസങ്ങൾ വന്നപ്പോൾ മറിയം ബീബി അവിടെ എന്താണ് ചെയ്തത്? ഫഅശാറത് ഇലൈഹി. ജനത്തിൻ്റെ ചോദ്യം വല്ലാതെയായപ്പോൾ പിന്നെ നാട്ടിലെ പ്രമാണിമാരും പുരോഹിതന്മാരൊക്കെ വീട്ടിൽ വന്നു. എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്ത പ്രയാസമായപ്പോൾ അഷാറത്ത്, അഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടി എന്നതിൻ്റെ അർത്ഥം. ഇലൈഹി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിലേക്ക്, ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അഷാറ എന്ന് പറഞ്ഞാൽ ചൂണ്ടി, ഇലൈഹി എന്ന് പറഞ്ഞാൽ അവനിലേക്ക്, അവനിലേക്ക് ഇങ്ങനെ ചൂണ്ടി. അതായത് കുട്ടിയുടെ നേരെ ചൂണ്ടി. ജനം ചോദിക്കുകയാണ്. സാധാരണക്കാർ മാത്രമല്ല, അവിടുത്തെ പുരോഹിതന്മാർ, പാതിരിമാർ, അങ്ങനെ ആരൊക്കെയുണ്ടോ, വലിയ വലിയ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, നമ്മുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, പിന്നെ അങ്ങനെ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ വന്നിട്ട് ഈ ചോദ്യമാണ്. നീ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തെ നാണം കെടുത്തിയല്ലോ, മതത്തെ നാണം കെടുത്തിയല്ലോ. അപ്പം അതിങ്ങനെ കൂടുതലായപ്പോഴാണ് അഷാറത്ത് ഇലൈഹി എന്ന വാക്ക്. അഷാറത്ത് ഇലൈഹി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ നേരെ ചൂണ്ടി. ഖാലു, അവർ പറഞ്ഞു. അപ്പം ഈ കുട്ടിയുടെ നേരെ, കുട്ടിയാകട്ടെ ഇങ്ങനെ 1 മാസവും പോലും ആയിട്ടില്ല പ്രായം, അല്ലേ? പ്രസവിച്ചിട്ടേ ഉള്ളൂ, 1-2 ആഴ്ച, ഏറി വന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 1 മാസം പോലും പ്രായമാകാത്ത കുട്ടിയുടെ നേരെ ചൂണ്ടുമ്പോൾ അവിടെ എന്താ ചോദ്യം വരിക? ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത കുട്ടിയാണ്. നമുക്കറിയാമല്ലോ, ഒരു ദിവസം 2 ദിവസമൊക്കെ പ്രായമായ ഒരു കുട്ടിയുടെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ അവർ പറയാണ് കൈഫ തുഖല്ലിമു, കൈഫ തുഖല്ലിമു, എങ്ങനെ സംസാരിക്കാനാണ്? കൈഫ എങ്ങനെ, തുഖല്ലിമു സംസാരിക്കും? മൻകാന ഫിൽ മഹ്ദി സ്വബിയ, മൻകാന അവൻ ആയിരിക്കുന്നു, ഫിൽ മഹ്ദി തൊട്ടിലിൽ, സ്വബിയ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി. സ്വബിയ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാ പറയാം. അപ്പോൾ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് സംസാരിക്കുക? മറിയമിനെ അവർ കളിയാക്കുകയാണ്. നീ എന്താണ് വിഡ്ഢിത്തരം പറയുന്നു? സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും ആ ഒരു ചോദ്യം. കാരണം തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുക? ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കാതെ, പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാതെ, ആര്? ഈ പറഞ്ഞ ആളുകൾ, ഈ പാതിരിമാരും അല്ലാത്തവരൊക്കെ ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാതെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ആ അത്ഭുതമാണ് താഴെയുള്ള ആയത്ത്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. എന്താണ് അത്ഭുതം നോക്കിയേ? ഖാല, ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ, അബ്ദുല്ലാ അള്ളാഹുവിൻ്റെ ദാസനാണ്, ആത്താനി അവൻ എനിക്ക് നൽകിയിരിക്കുന്നു, അൽ കിതാബ വേദഗ്രന്ഥം, വജഅലനി അവൻ എന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു, നബിയ്യ പ്രവാചകൻ. അപ്പം തൊട്ടിലിൽ കിടന്നിട്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാതെയാണ് ഈ മുഅ്ജിസത്ത്, അമാനുഷികത അവർ കണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞ? ഖാല ഇന്നി, ആദ്യം പറഞ്ഞ വാക്ക് അബ്ദുല്ലാ എന്നാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നാണ് പറഞ്ഞത്. ഒരു വല്ലാത്തൊരു വാക്കാണത്. അള്ളാഹുവിൻ്റെ മകനാണെന്നല്ല പറഞ്ഞത്. ഇവിടെ ക്രൈസ്തവർക്ക് അള്ളാഹ് കൊടുക്കുന്നൊരു മറുപടിയാണിത്. ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് ഈസാ മസീഹ് അഥവാ യേശു മിശിഹ. ഈസാ മസീഹിൻ്റെ മലയാളമാണ് യേശു, ഈശോ മിശിഹ. അപ്പോൾ അവർ പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ തൊട്ടിലിൽ കിടന്ന് ആ കുട്ടി സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഇന്നി അബ്ദുല്ലാ. അബ്ദുല്ലാ, അബ്ദുല്ലാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദൈവദാസൻ, അള്ളാഹുവിൻ്റെ ദാസൻ. നമ്മളൊക്കെ അബ്ദുള്ളയാണ്. ഞാനും നിങ്ങളും എപ്രകാരം അള്ളാഹുവിൻ്റെ അടിമയാണോ അതേപോലെ അള്ളാഹുവിൻ്റെ അടിമയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒരിക്കലും ദൈവത്തിൻ്റെ മകനല്ല എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്.
രണ്ടാമതായി പറഞ്ഞു ആതാനിയൽ കിതാബ, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കൊച്ചു പ്രായത്തിൽ തന്നെ വേദഗ്രന്ഥം നൽകി എന്നല്ല. മറിച്ച് എന്താണ്, എന്നെ അവൻ പ്രവാചകനാക്കും എന്ന അതിൻ്റെ അർത്ഥം. അതായത് ഞാൻ ജനിച്ച് ഒരു യൗവനത്തിലാകുമ്പോൾ ഞാനൊരു പ്രവാചകനായിട്ട് മാറും, എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകും. പിന്നെ അതിൻ്റെ ബാക്കി പറയുന്നുണ്ട് വജഅലനി നബിയ്യ, അവൻ എന്നെ പ്രവാചകനാക്കും. അപ്പോൾ 1, 2, 3 ദിവസം, ഒരാഴ്ച പോലും പ്രായമായിട്ടില്ല, അങ്ങനെയുള്ള ഒരു കൊച്ചു കുട്ടിയാണ് ഈ സംസാരിക്കുന്നത്. അതൊരു മുഅ്ജിസത്താണ്, അത്ഭുതം. അപ്പോൾ അവർക്ക് അവിടെ മനസ്സിലാക്കാലോ എന്ത്, കാരണം വേദഗ്രന്ഥത്തെ സംബന്ധിച്ച അറിവുള്ള വേദജ്ഞാനികളായ മൂസാ നബി അലൈഹിസ്സലാം, മോസസ്, അദ്ദേഹം കൊണ്ടുവന്ന തൗറാത്ത് പ്രകാരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാലോ. എന്ത്, ഇതൊരു പ്രവാചകനാണ്. കാരണം തൗറാത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്കുകളായിട്ട് തൗറാത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ വരും എന്ന് മൂസാ നബി അലൈഹിസ്സലാം നേരത്തെ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ആ വാഗ്ദത്ത മസീഹ് ഈസാ നബി അലൈഹിസ്സലാം വരും. അപ്പോൾ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ഒരു പ്രവാചകൻ വരുമെന്ന തൗറാത്തിലെ പ്രവചനം. ആ തൗറാത്തിലെ പ്രവചന പ്രകാരം ഒരു പ്രവാചകൻ വന്നപ്പോൾ അവരത് അംഗീകരിച്ചില്ല, അവരത് വിശ്വസിച്ചില്ല. അപ്പോൾ ഇവിടെ ആ പ്രവാചകൻ അത്ഭുതം കാണിച്ചുകൊണ്ടാണ് വന്നത്, ഒരു മുഅ്ജിസത്ത്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണെന്നും ഞാൻ ജനിച്ച് വളർന്ന് യൗവന പ്രായമാകുമ്പോൾ ഒരു പ്രവാചകനാകുമെന്നും ഇദ്ദേഹം അവിടെ കൂടിയിരുന്ന ജനങ്ങളോട്, വെറും ജനങ്ങളോടല്ല, പുരോഹിതന്മാരോട്, പാതിരിമാരോട് പറയുന്നു. ശരി, പിന്നെയുണ്ട്, ബാക്കി കുറച്ച് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, നോക്കാം. പിന്നെ പറയുന്നത് വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ആ കുട്ടി സംസാരിക്കുകയാണ് എപ്പോഴും. ആ കുട്ടി എന്താ സംസാരിക്കുന്നത് ഇനിയും പറയുന്നുണ്ട്. വജഅലനി, അവൻ എന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു, മുബാറക്കൻ, അനുഗ്രഹീതൻ. അള്ളാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. മുബാറക്ക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതൻ എന്നർത്ഥം. ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ആ പടച്ചവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയ ഒരാളായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. അപ്പോൾ അത് പ്രവാചകനാകും എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഔസാനി, എന്നോടവൻ ഉപദേശിച്ചിരിക്കുന്നു. ഔസാനി വസിയത്താണ് ഔസാനി. എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വസിയത്താണ് ബിസ്വലാത്തി, നമസ്കാരം, വസ്സക്കാത്തി, സക്കാത്ത്, മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം 5 നേരം എന്ന് പറയാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ എത്രയാണോ അത്രയും വക്കത്ത് നമസ്കരിക്കണമെന്നും, സക്കാത്ത് ഉണ്ട്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സക്കാത്ത് എന്താണെന്ന്. ആ സക്കാത്ത് കൊടുക്കണമെന്നും, മാ ദുംതു ഹയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും സക്കാത്തും കൊടുക്കണം, നമസ്കരിക്കുകയും ചെയ്യണം. അത് അള്ളാഹു എന്നോട് വസിയത്ത്, അതായത് എന്താണ് പറയുക, വസിയത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, അതാണ് ഔസാനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിസ്കാരവും സക്കാത്തൊക്കെ അന്ന് തൊട്ട് തുടങ്ങിയതാണ്. അന്നെന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഗതിയല്ല. അതിനെ പുനരാവിഷ്കരിച്ചു, കുറച്ചുകൂടി കാലോചിതമാക്കി എന്നതാണ് അപ്പോൾ നടന്ന പ്രക്രിയ. പക്ഷെ അതൊക്കെ പണ്ടേ ഉണ്ട്. ഇനി വീണ്ടും ആ കുട്ടി സംസാരിക്കുക കേട്ടോ. വബർറൻ, നന്മ പ്രവർത്തിക്കണമെന്ന്. ബർറ് എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തിക്കല. ബി വാലിദത്തി, എൻ്റെ മാതാവിനോട്. എന്തുകൊണ്ട് അവിടെ മാതാപിതാക്കളോട് എന്ന് പറഞ്ഞില്ല? അവിടെ വാലിദത്തി എന്നാണ് പറയുന്നത്. എൻ്റെ മാതാവിനോട് നന്മ പ്രവർത്തിക്കണമെന്ന്. അവിടെ സാധാരണ ഖുർആനിൽ
മാതാപിതാക്കൾ എന്നാ പറയാറ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് പിതാവിൻ്റെ പേര് പറഞ്ഞില്ല? എന്തായിരിക്കും കാരണം? പിതാവില്ല. ഇവിടെ എങ്ങാനും പിതാവിൻ്റെ പേര് അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ മൊത്തം തെറ്റായേനെ. അറിയാതെ പോലും ഇവിടെ ഒരു ബി വാലിദൈഹി എന്ന് വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഖുർആൻ പ്രിൻ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവരെത്ര സൂക്ഷ്മതയോടെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ വാലിദൈഹി എന്നെങ്ങാനും അച്ചടിച്ച് വന്നാൽ ആകെ പ്രശ്നമായില്ലേ? വാലിദൈഹി എന്നൊരു വാക്ക് വന്ന അവിടെ പ്രശ്നമായി. അപ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ് ഖുർആൻ്റെ പ്രിൻ്റ് എടുക്കുന്നവർ, ആ മഹാപണ്ഡിതന്മാരും ആ ത്യാഗം ചെയ്യുന്നവരും എത്ര സൂക്ഷ്മതയോടെയാണ് വായിച്ചു നോക്കി തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ പ്രിൻ്റ് എടുത്ത് അച്ചടിച്ച് പുറത്തേക്ക് വിടുന്നത്. ഒരു ഖുർആനിൽ പോലും വാലിദത്തി എന്ന സ്ഥാനത്ത് വാലിദൈഹി എന്നില്ല. ഏതെങ്കിലും ഒരു ഖുർആനിൽ അങ്ങനെ കണ്ടാൽ ആകെ പ്രശ്നമാകും. ക്രൈസ്തവരുടെ വാദം അവിടെ ശരിയായിട്ട് വരും. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈസാ നബിക്ക് പിതാവുണ്ട്, ഈസാ നബിയുടെ പിതാവ് അള്ളയാണ്, ദൈവമാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ക്രൈസ്തവരുടെ വാദം ശരിയായിട്ട് വരും. അപ്പം അതൊക്കെ നമ്മൾ അടിവരായിട്ട് പഠിക്കേണ്ട പോയിന്റുകളാണ്. അവിടെ ബി വാലിദത്തി എന്നാണ് പറഞ്ഞത്. എൻ്റെ മാതാവിനോട് നന്മ പ്രവർത്തിക്കണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു. വലം യജഅൽനി, അവൻ എന്നെ ആക്കിയിട്ടില്ല. ജബ്ബാറൻ, നേരത്തെ വന്ന വാക്കാട്ടോ ജബ്ബാർ, ക്രൂരൻ. ഷഖിയ്യ, ഭാഗ്യം കെട്ടവൻ. അള്ളാഹു എന്നെ ക്രൂരനാക്കിയിട്ടില്ല, അള്ളാഹു എന്നെ ഭാഗ്യം കെട്ടവനാക്കിയിട്ടില്ല. ഇത് നേരത്തെ വന്നല്ലോ ഏതൊരു നബിയെ പറ്റിയിട്ട്. ഏത് നബിയാണത്? അല്ലേ? യഹ്യ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ വന്ന വാക്കുകളാണ്. അപ്പോൾ അള്ളാഹു എന്നെ ക്രൂരനാക്കിയിട്ടില്ല, അള്ളാഹു എന്നെ ഭാഗ്യം കെട്ടവനാക്കിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാതാവിനോട് നന്മ ചെയ്യാനായിട്ട് അള്ളാഹു ഔസാനി, എനിക്ക് വസിയത്ത് തന്നിരിക്കുന്നു. ഇനിയുണ്ട് കേട്ടോ താഴെ. വസ്സലാമു, സമാധാനം, അലയ്യ, എനിക്ക് സമാധാനം. യൗമ ഉലിത്തു, ഞാൻ ജനിച്ച ദിവസം. അവിടെ യൗമ എന്ന് പറഞ്ഞ ദിവസം, ഉലിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച ദിവസം. വയൗമ അമൂത്തു, ഞാൻ മരിക്കുന്ന ദിവസം. വയൗമ, ദിവസം. ഉബ്അസു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം. ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനായിട്ട്. അപ്പം ഞാൻ ജനിച്ച ദിവസം, ഞാൻ അമൂത്തു, ഞാൻ മരിക്കുന്ന ദിവസം. വയൗമ ഉബ്അസു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം. ഹയ്യ, ജീവനുള്ളവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, എനിക്ക് സമാധാനം. ഇതാണ് തൊട്ടിലിൽ കിടന്നിട്ട് ആ കുട്ടി പറഞ്ഞ വാക്കുകൾ. എത്ര ആയത്തുണ്ട് ആ വാക്കുകൾ? ഏതായത്ത് മുതലാണ് അങ്ങനെ സംസാരിച്ചത്? അതായത് എത്രാമത്തെ ആയത്ത് മുതൽ? മറിയം ബീവി റളിയല്ലാഹു അൻഹ ഫഅശാറത് ഇലൈഹി, അല്ലേ? ആ കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടി. എത്രാമത്തെ ആയത്താണത്? അതായത് 29ാമത്തെ ആയത്ത് മുതൽ ഏതാണ്ട് 33ാമത്തെ ആയത്ത് വരെ, 33ാമത്തെ ആയത്ത് വരെ ആണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ് എന്ന ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സംഭവിച്ചതാണ് എന്നവരെ അള്ളാഹു ബോധ്യപ്പെടുത്തി. അപ്പോൾ തൊട്ടിലിൽ കിടന്ന് ഒരു കുട്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്, ഒരു മുഅ്ജിസത്താണ്. അതവർ മനസ്സിലാക്കണമായിരുന്നു, പക്ഷെ അവർ മനസ്സിലാക്കിയില്ല. നമുക്ക് അടുത്ത ആയത്തിലേക്ക് നോക്കാം. ذَلِكَ عِيسَى ابْنُ مَرْيَمَ قَوْلَ الْحَقِّ الَّذِي فِيهِ يَمْتَرُونَ
എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കിയത്, ദാലിക അത് ഈസബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസയാണ്. ഇവിടെ മറിയമിൻ്റെ പുത്രൻ എന്നാ പറയുന്നത്. സാധാരണ ഉമ്മയിലേക്ക് ചേർത്ത് മക്കളെ പറയാറില്ല. അറബി ഭാഷപ്രകാരം എന്ന് മാത്രമല്ല, ലോകത്തെ ഏത് ഭാഷപ്രകാരവും മക്കളെ ചേർക്കുന്നത് ആരിലേക്കാണ്? പിതാവിലേക്കാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈസബിനു മറിയം എന്ന് വന്നു? മറിയമിൻ്റെ മകൻ എന്നാ വന്നത്? പിതാവില്ലാത്തത് കൊണ്ട്. ഈസബിനു ജോസഫ്, അതായത് ഈ മറിയം ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാനായിട്ട് നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേര് ജോസഫ് എന്നാണ്. ജോസഫ് മറിയമിനെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് ക്രൈസ്തവരുടെ വിശ്വാസം. പക്ഷെ ഇവിടെ ഈസബിന് ജോസഫ്, അങ്ങനെ ജോസഫിൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത് എന്നൊക്കെ ഒരു തരം വിശ്വാസം അവർക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. അപ്പം എന്താണെങ്കിലും ഈസബിനു മറിയം, മറിയമിൻ്റെ മകൻ എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നു. പിതാവിലേക്ക് ചേർക്കുന്നില്ല. ഈസബിനുള്ള, അള്ളാഹുവിൻ്റെ മകനാണെങ്കിൽ പിന്നെ ഈസബിനുള്ള എന്ന് പറഞ്ഞുകൂടെ അള്ളാഹ്ക്ക്? എൻ്റെ മോൻ എന്ന് അള്ളാഹ്ക്ക് പറഞ്ഞുകൂടെ? എന്താ പറയാത്തത്? മറിയമിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. ഇതാണ് മറിയമിൻ്റെ മകനായ ഈസ. ഖൗലൽ ഹഖ്, സത്യമാണ് ഈ വാക്ക്. ഇത് സത്യമാണെന്ന് ഈ പറഞ്ഞ കാര്യം. ഏത് കാര്യം? മറിയമിൻ്റെ മകനായ ഈസയാണിത്. ഈ പറഞ്ഞ കാര്യം സത്യമാണ്. അല്ലദീ ഫീഹി യംതറൂൻ, നിങ്ങളല്ല അവർ അതിൽ സംശയിക്കുന്നു. അവർ അതിൽ സംശയിക്കുന്നു. പക്ഷേ ഇതാണ് സത്യം. നമുക്കിനി ചർച്ച ചെയ്യാം. ഇത്രയും ആയത്തിൽ പഠിച്ചല്ലോ, നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ ഈ സൂറയുടെ തുടക്കത്തിൽ യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനം പറഞ്ഞു. യഹ്യാ നബി ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? എല്ലാം പറഞ്ഞു. യഹ്യാ നബി അലൈഹിസ്സലാമാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്ന യോഹന്നാൻ. അവർ സ്നാപക യോഹന്നാൻ അല്ലേ? സ്നാപക യോഹന്നാൻ അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താട്ടോ, അറിയുന്നവർ പറയണം. അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത്. യോഹന്നാൻ എന്നവർ പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് 6-7 മാസം മുമ്പാണ് യോഹന്നാൻ അഥവാ യഹ്യ അലൈഹിസ്സലാം ജനിക്കുന്നത്. യഹ്യ അലൈഹിസ്സലാം ജനിക്കാനായിട്ട് ഒരു നിമിത്തമുണ്ട്. സക്കരിയാക്കാണ് ജനിച്ചത്. സക്കരിയ എന്ന് പറയുമ്പോൾ പ്രവാചകനായ സക്കരിയ അല്ല, മറിച്ച് ഹന്ന ബീവിയുടെ സഹോദരി എലിസബത്തിൻ്റെ ഭർത്താവായ സക്കരിയ. നമ്മൾ അലൈഹിസ്സലാം എന്ന് പറയുന്നു, പ്രവാചകൻ അല്ല. പക്ഷെ പ്രവാചക കുടുംബത്തിൽപ്പെട്ടയാളായതുകൊണ്ട് നമുക്ക് അലൈഹിസ്സലാം എന്ന് പറയാം. എലിസബത്തിൻ്റെ ഭർത്താവ്, അതായത് ഹന്ന ബീവിയുടെ സഹോദരിയായ എലിസബത്തിൻ്റെ ഭർത്താവാണ് സക്കരിയ. അപ്പോൾ സക്കരിയക്കും എലിസബത്തിനും കുട്ടികളില്ലാത്ത ആ സാഹചര്യത്തിൽ ഈ സക്കരിയാക്ക് ഒരു മകനെ കിട്ടിയാൽ മകനെ വേണം എന്ന ഒരു ആഗ്രഹം എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത്? അതിലേക്ക് നയിച്ചൊരു സാഹചര്യം എന്താ? അത് തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ? എന്തായിരുന്നു ആ സാഹചര്യം? ഓക്കെ. അപ്പോൾ നിങ്ങൾക്കത് അറിയാം എല്ലാവർക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, മനസ്സിലാക്കണം. അതായത് ഇങ്ങനെ മറിയം ബീവിക്ക് ആഹാരം ലഭിക്കുന്നു. മറിയം ബീവിന് ആ സമയത്ത് മിഹ്റാബിൽ ഭജനമിരിക്കാനായിട്ട് നേർച്ചയാക്കിയിരിക്കുകയാണ്. മറിയം ബീവി ആ സമയത്ത് കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ആഹാരവുമായിട്ട് കടന്നു വരുമ്പോൾ അവിടെ എല്ലാ വിഭവങ്ങളുമുണ്ട്. ആ സമയത്ത് സക്കരിയ ചോദിക്കുന്നു എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ മറിയം ബീവി ഒരു സങ്കോചവുമില്ലാതെ ഉത്തരം കൊടുക്കുന്നു, എനിക്ക് എൻ്റെ റബ്ബ് തന്നു. അപ്പോൾ ആ സമയത്താണ് ഇവിടെ സക്കരിയാക്ക് എന്ത് തോന്നിയത്? എനിക്കൊരു കുട്ടിയെ വേണം. അപ്പോൾ സക്കരിയാക്ക് കുട്ടി ഉണ്ടാകുന്ന പ്രായം കഴിഞ്ഞു. എലിസബത്ത് ആകട്ടെ ആക്കിർ എന്ന് പറഞ്ഞാൽ വന്ധ്യയാണ്, കുട്ടി ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയനോട് പറയുന്നത്, നിങ്ങൾക്കൊരു കുട്ടി ജനിക്കും. ആ കുട്ടിയുടെ പേര് യഹ്യ എന്നായിരിക്കും. അങ്ങനെ കുട്ടി ജനിച്ചു. ആ സംഭവമൊക്കെ നിങ്ങൾക്കറിയാലോ, അതൊരു വലിയ അത്ഭുതമായിട്ട് മാറി.
അപ്പോൾ ചോദ്യം ഇതാണ്, ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നതിന് മുമ്പ് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രം ഇവിടെ പറയുന്നു. ഈ രണ്ട് ചരിത്രം ഒന്നിന് പുറകെ ഒന്നായിട്ട് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യമെന്താണ്? കേവലം ചരിത്രം പറയുകയല്ല ഇവിടെ ചെയ്യുന്നത്. ക്രൈസ്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന വളരെ യുക്തിപൂർവമായ ഒരു മറുപടി ഇവിടെയുണ്ട്. അന്നത്തെ ക്രൈസ്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുമ്പോൾ അവിടെ ക്രൈസ്തവരാണ് മഹാഭൂരിപക്ഷം. അപ്പം ആ ക്രൈസ്തവർക്ക് അവർ വിശ്വസിക്കുന്നു ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ മകനാണ് എന്ന്. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർ വിശ്വസിക്കുന്ന പോലെ തന്നെ അവർക്ക് ആ വിശ്വാസമുണ്ട്. ഈസാ നബി ദൈവത്തിൻ്റെ പുത്രനാണ് എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ ആ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്താനായിട്ട് ചരിത്രത്തിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം അള്ളാഹു അവരെ കേൾപ്പിക്കുന്നു. ഏതാണ് ആ യാഥാർത്ഥ്യം? ഒന്ന് യഹ്യയുടെ ജനനമാണ്. യഹ്യ നബി എങ്ങനെയാണ് ജനിച്ചത്? ഒരു ദൃഷ്ടാന്തമായിരുന്നു. ദൃഷ്ടാന്തം എങ്ങനെ? വന്ധിയായ പടുകിളവനായ, ഖുർആനിൽ പറയുന്ന വാക്കെന്താ? എൻ്റെ ശിരസ്, എൻ്റെ തല നര കൊണ്ട് കത്തുന്നു. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. നര കൊണ്ട് കത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിലിപ്പോൾ അകാല നരയൊക്കെയുണ്ട്, അതല്ല ഈ പറഞ്ഞത്. സാധാരണ നരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പടുകിളവനായി. നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്ര പ്രായത്തിൻ്റെ അവശത പേറുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത നമുക്കിപ്പോൾ എങ്ങനെ അത് പറയാൻ പറ്റുക? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അത്ര പ്രായത്തിൻ്റെ അവശത പേറി നടക്കുന്ന സക്കരിയ, ഒന്നത്. രണ്ട്, ഈ എലിസബത്തോ പ്രായം, ഒന്നാമത് പ്രായമായിട്ടുണ്ട്. കാരണം സക്കരിയാക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ എലിസബത്തിനും പ്രായമായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആക്കിറാണ് അവർ. പണ്ട് മുതലേ ആക്കിറാണ്. ആക്കിർ എന്ന് പറഞ്ഞാൽ എന്താ? വന്ധ്യയാണ്. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ 90-95 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് അതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീക്കും ഒരു പുരുഷനും കുട്ടി ജനിച്ചു, എഴുന്നേറ്റ് നടക്കാൻ പോലും കിടന്ന കിടപ്പാണ്, ബെഡ് റെസ്റ്റാണ് അവർ. അങ്ങനെയുള്ള ഒരാൾ ഗർഭം ധരിക്കുന്നു, 10 മാസം ചുമക്കുന്നു, എന്നിട്ട് പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വൈദ്യലോകത്തിന്, ശാസ്ത്രലോകത്തിന് തന്നെ ഒരു പഠന വിഷയമായിരിക്കും. അത് ഒരത്ഭുതമായിരിക്കും. അതേ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. യഹ്യാ നബി അലൈഹിസ്സലാം അങ്ങനെ ജനിക്കുന്നു. അള്ളാഹു തന്നെ പേരിട്ടു യഹ്യ എന്നൊക്കെ പഠിച്ചാൽ നമ്മൾ. അള്ളാഹു തന്നെ പേരിട്ടു. അപ്പോൾ 6-7 മാസം മുമ്പാട്ടോ ജനിക്കുന്നത് യഹ്യ നബി അലൈഹിസ്സലാം. ആര് ജനിക്കുന്നതിന്? ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് അത്രയും 6-7 മാസം മുമ്പാണ് യഹ്യ അലൈഹിസ്സലാം ജനിക്കുന്നത്. അങ്ങനെ യഹ്യ അലൈഹിസ്സലാം ജനിച്ച് കഴിയുന്ന ആ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മറിയം ബീവി ഗർഭിണിയാകുന്നുണ്ട്. അങ്ങനെ മറിയം ബീവി പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രൈസ്തവർക്ക് എന്താ സംഭവിച്ചത്? ക്രൈസ്തവർ വിശ്വസിക്കുന്നു മറിയം ബീവി പ്രസവിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ പുത്രൻ, സക്കരിയാക്ക് കുട്ടിയുണ്ടായപ്പോൾ അത് സക്കരിയാടെ പുത്രൻ. രണ്ട് ജനനവും ഏതാണ്ട് ഒരുപോലെ. ഒന്ന് പിതാവില്ല എന്നേ ഉള്ളൂ. രണ്ട് പിതാവുണ്ടായിട്ടും കാര്യമില്ല, ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. മാതാവുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ മാതാവെങ്കിലും ആരോഗ്യത്തോടെ ഉണ്ട്. യഹ്യ ജനിച്ചത് ഏത് രൂപത്തിലാണോ, യഹ്യായുടെ ജനനത്തിൻ്റെ പുറകിൽ ആരാണോ അവൻ തന്നെയാണ് ഈസാ നബിയുടെ ജനനത്തിൻ്റെ പിറകിലും എന്ന് വിശ്വസിക്കുന്നിടത്ത് ക്രൈസ്തവർ തോറ്റുപോയി. ഇത് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഈ കഥ പറഞ്ഞത്. നിങ്ങൾക്കത് ക്ലിയറായോ എന്താ പറഞ്ഞതെന്ന്? യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ ജനനത്തിന് പുറകിൽ ആരാണോ പ്രവർത്തിച്ചത് അതേ ശക്തി തന്നെയാണ്, അതേ പടച്ചവൻ തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ പുറകിലും പ്രവർത്തിച്ചത്.
ഇപ്പോഴും ക്രൈസ്തവർ പറയുന്ന ഒരു ന്യായമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഈസാ നബിയെ അലൈഹിസ്സലാം ദൈവത്തിൻ്റെ മകനായിട്ട് കാണുന്നു? നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ക്രൈസ്തവരിൽപ്പെട്ടവർ പറയും, അത്ഭുതകരമായ ജനനമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ മകനായിട്ട് യേശു ക്രിസ്തുവിനെ കാണുന്നത് എന്നവർ പറയും. അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ അത്ഭുതകരമായ ജനനമായിരുന്നല്ലോ യഹ്യാ നബിയുടെ, പിന്നെന്തുകൊണ്ട് യഹ്യാ അലൈഹിസ്സലാം ദൈവത്തിൻ്റെ മകനായില്ല? ഇതാണ് പടച്ചവൻ്റെയും ചോദ്യം. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനത്തെയും യഹ്യ ഏതാണ്ട് 6-7 മാസം മുമ്പ് ജനിച്ച യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ ആ ചരിത്രത്തെ എടുത്തു വച്ചിട്ട് ചരിത്രപരമായ ഒരു തെളിവ്, അതായത് ഈ യഹ്യാ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ പ്രവാചകനായതുപോലെ തന്നെ അത്ഭുതകരമായിട്ട് ജനിച്ച പോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമും അത്ഭുതകരമായിട്ട് ജനിക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ട് മാറുന്നു എന്നവരെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് സംഭവം. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനനത്തെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. അതേത് വിഭാഗമാണ്? യഹൂദരാണ്. അവരന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസാ നബി ഒരിക്കലും പ്രവാചകനല്ല, ഒരു ജാരസന്തതിയാണ്. മറിയമിന് സംഭവിച്ച ഒരു തെറ്റാണ് ഈസാ നബി, അദ്ദേഹം ഒരു പ്രവാചകനല്ല എന്ന് യഹൂദർ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈസാ നബിയെ ഞങ്ങൾ കൊന്നു, കുരിശിൽ തറച്ച് ഞങ്ങൾ ഈസാ നബിയെ കൊന്നു എന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ അവർ പറയുകയും ചെയ്യുന്നു യഹൂദർ. അപ്പോൾ 3 വാദങ്ങളാണ് കേട്ടോ ഈസാ നബിയെ സംബന്ധിച്ചിട്ട്. യഹൂദരുടെ വാദം എന്താണ്? മറിയം ബീവിക്ക് ജനിച്ച ജാരസന്തതിയാണ് ഈസ, അതുകൊണ്ട് ഞങ്ങളുടെ മതത്തെ തകർക്കാൻ വേണ്ടി വന്ന ഈസയെ ഞങ്ങൾ കുരിശിൽ തറച്ച് കൊന്നു എന്നതാണ് യഹൂദരുടെ വാദം. ക്രിസ്ത്യാനികൾ പറയുന്നു ഈസാ നബി അലൈഹിസ്സലാം അഥവാ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, അങ്ങനെ ദൈവത്തിൻ്റെ മകനായി ജനിച്ച് അത്ഭുതകരമായി ജനിച്ചു വന്ന് മനുഷ്യരുടെ പാപഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത് സ്വയം കുരിശിൽ കയറി മരിക്കുന്നു. ഇതാണ് ക്രൈസ്തവരുടെ വിശ്വാസം. 3ാമത്തെ വിശ്വാസം നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാരെ പോലെ തന്നെ അദ്ദേഹവും അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജനനം ഒരു മുഅ്ജിസത്ത് ആയിരുന്നു. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അമാനുഷികത, ഒരു അത്ഭുതകരമായ രൂപത്തിലൂടെയാണ് അദ്ദേഹം ജനിച്ചു വന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ 3 വിശ്വാസം ലോകത്ത് ഈസാ നബിയെ സംബന്ധിച്ചുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവും. ഈ 2 ചരിത്രവും അഥവാ യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഇവിടെ എന്തിന് പറഞ്ഞു എന്നത് നമുക്ക് ബോധ്യപ്പെടണം. അത് മനസ്സിലാക്കലാണ് ഈ ഭാഗം പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട സംഗതി. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തൽക്കാലം നിർത്തുകയാണ്. അടുത്തത് വേറൊരു ചർച്ചയിലേക്കാണ് പോകുന്നത്, നമുക്ക് അടുത്ത ദിവസം എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും പഠിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم ارحمنا بالقرآن اللهم نور قلوبنا بالقرآن آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.